ഈ പ്രായത്തിൽ ഇങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ പറ്റണേ? എന്തിനാണ് ഈ പ്രായം എന്ന് പറയണത്? നമ്മളെപ്പോഴും മനസ്സ് നല്ലപോലെ വെച്ചിരുന്ന എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നിരിക്കും. ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് വേണ്ടി മാത്രം സംസാരിക്കുമ്പോ ശരിക്കും അവരുടെ കയ്യടി കിട്ടുന്നതുകൊണ്ട് വീണ്ടും അതിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. സത്യാവസ്ഥ പറയണത് കേട്ടാൽ മാത്രമേ പുരുഷന്മാർ കൈയടിക്കാറുള്ളൂ. ചുമ്മാ കയറി കൈയടിക്കാൻ പുരുഷന്മാർ നിൽക്കാറില്ല. കിട്ടിയല്ലോ, സന്തോഷായി, നല്ല സന്തോഷമായി. അല്ലാണ്ട് കയ്യടി മേടിക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കയ്യടി കിട്ടേണ്ട കാര്യമില്ല. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത്. ദൈവമേ, ചേച്ചി എന്നെ പറഞ്ഞു, ഒരു ഡോക്ടർ എന്നെ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ ഇതുവരെ കേട്ടില്ല വെള്ളം അടിക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ ഇതുവരെ കേട്ടില്ല. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഡോക്ടറോട് ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം എപ്പോഴെങ്കിലും. ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല. ഇപ്പൊ കുടിക്കുന്നത് നല്ലതല്ല, കുടുംബം കലക്കുന്നല്ലേ മോള് പറഞ്ഞത്. മോളൊരു കാര്യം ചെയ്യ്, കുറെ ആൾക്കാരെയും കൂട്ട്, എന്നിട്ട് മദ്യം നിർത്തി വയ്പ്പിക്ക്. പറ്റുമോ? അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു, ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. നമുക്ക് ഈ വരുന്ന ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ തീരാൻ നമുക്ക് രണ്ടടിച്ചാലോ? ഈ പ്രായത്തിൽ ഞാനും അടിക്കട്ടെ. അതിനെന്താ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ചേച്ചി ശരിക്കും ഒരു കുലസ്ത്രീയാണോ? എന്താണ് നിന്റെ പ്രശ്നം? ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. എനിക്ക് ഈ കുലസ്ത്രീ അതൊന്നും, ഞാൻ സാധാരണ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലുള്ള സാധാരണ ഒരു സ്ത്രീയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇതിന് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഒരു പയ്യന് ഒരു നല്ല മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിച്ച് മുതകുറ്റി പൊളിക്കാൻ പോയതാണ് ഞാൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. നിങ്ങൾ ഈ റീച്ച് കിട്ടാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? ഇനി ചോദിക്കുമ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ചും കൂടെ എന്റെ അടുത്ത് സംസാരിക്കുമ്പോ കുറച്ച് അറിവ് വെച്ചിട്ട് സംസാരിക്കണം. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട, അഭ്യാസം നടക്കണ്ട. അഭിനയം ജോലിയാ, അങ്ങനെ കണ്ട ആളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇപ്പോ സിനിമകൾ ഇല്ലാത്തത്. ഒരു പുരുഷൻ നേരെ വന്നു കഴിഞ്ഞിട്ട് അയാൾ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയണ പോലെ അങ്ങ് ചെയ്യുവോ? ഒരിക്കലും ഇല്ല. പിന്നെ താൻ എന്ത് ചോദ്യാണോ എന്റെ അടുത്ത് മണ്ടത്തരം ചോദിക്കണിരുന്നു? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ തൽക്കാലം ഇത്രയും മതി, വരട്ടെ.